നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മോക്ക് പോൾ കഴിഞ്ഞു, സീലിംഗ് കഴിഞ്ഞു, കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും സീൽ ചെയ്തതിന് ശേഷം വോട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡ്യൂറിങ് ദ പോള് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്ക്. പക്ഷെ ഇത് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് പോയിന്റ്സ് ഡൗട്ട്സ് വരുന്ന കേസുകൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ അറിയുന്നവരും ജസ്റ്റ് ഒന്ന് കേട്ട് പോകുന്നത് നമുക്ക് കൂടുതൽ ഓർമ്മിക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട വീഡിയോയുടെ ചുവട്ടിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ട് ഡൗട്ടായിട്ട് വന്നത്. ആ ഡൗട്ട്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. വി വി പാറ്റിനെ സംബന്ധിച്ചാണത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വി വി പാറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് വി വി പാറ്റ് മെഷീൻ. അതിന് വെയിലടിക്കാനൊന്നും പറ്റില്ല. അമിതമായ വെളിച്ചവും അമിതമായ വെളിച്ചവും വെയിലും ഒന്നും പറ്റാത്ത ഒരു മെഷീനാണ് ശരിക്കും ഈ വി വി പാറ്റ് മെഷീൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത് ജനലിന്റെ സൈഡിൽ ഒന്നും കൊണ്ടുപോയി വെക്കരുതെന്ന് കൂടുതലായിട്ട് പറയാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, വി വി പാറ്റിൽ നമ്മൾ ആദ്യം തന്നെ അവസാനം നമ്മൾ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ബാറ്ററി റിമൂവ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യം ബാറ്ററി ചെക്ക് ചെയ്യുകയോ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കാൻ വേണ്ടി പാടില്ല. ഈ ഡൗട്ട്സ് ഇതായിരുന്നു. നമ്മൾ വി വി പാറ്റ് സീലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൺട്രോൾ യൂണിറ്റിന്റെ പ്ലഗ് വലിച്ചൂരി അവിടെ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് കൺട്രോൾ യൂണിറ്റ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ വി വി പാറ്റിലെ ബാക്കിലുള്ള ആ നോബ് ഹൊറിസോണ്ടലിൽ നിന്ന് വെർട്ടിക്കൽ ആക്കണോ അല്ലെ അതിന് ശേഷം വെർട്ടിക്കൽ ആക്കണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്കണോ അല്ലെ വെർട്ടിക്കൽ തന്നെ നിലനിന്നാൽ മതിയോ എന്നാണ് ചോദ്യം. അത് എങ്ങനെയും നിന്നോട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ അത് വെർട്ടിക്കലായിട്ട് തന്നെ നിന്നോട്ടെ. അതിൽ നമ്മൾ ഈ വി വി പാറ്റിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഈ വി വി പാറ്റിന്റെ ഉള്ളിൽ ഡ്രോപ്പ് ബോക്സിനകത്ത് ഒരു മോക്ക് പോളിന് ശേഷം ഒരു പേപ്പറും ഒരു സ്ലിപ്പും ഇല്ല എന്ന് ഏജന്റുമാരെ കൂടി കാണിച്ച് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് ഈ വി വി പാറ്റ് സീൽ ചെയ്യുന്നത് അഡ്രസ് ടാഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല. വി വി പാറ്റിന്റെ സീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ രണ്ട് ഹോൾസ് ഉണ്ട് ബാക്കിൽ. ആ രണ്ട് ഹോൾസിലൂടെ നൂല് കടത്തി ഈ രണ്ട് അഡ്രസ് ടാഗ് ചേർത്ത് കെട്ടി അവിടെ ഒരു ചെറിയ ചുവന്ന അരക്ക് ചെറുതായിട്ടൊന്ന് പിടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി വെളിച്ചമൊക്കെ കത്തിച്ച് വലിയ അരക്കുരുക്കി ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ അഡ്രസ് ടാഗിന്റെ പുറത്ത് ഇവിടെ ബ്ലാങ്ക് ആണ്, ഈ ഡ്രോപ്പ് ബോക്സ് ബ്ലാങ്ക് ആണെന്നുള്ള സൈൻ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് വെർട്ടിക്കലായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവിടെ വലിയ ഒരു അഭ്യാസമൊന്നും നമ്മൾ ഈ വി വി പാറ്റിന്റെ മുകളിൽ കാണിക്കുന്നില്ല. എന്നാൽ ഇത് സീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരുടെ സംശയം ഇതാണ്. സീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്നെ പ്ലഗ് കൺട്രോൾ യൂണിറ്റിലേക്ക് പ്ലഗ് വീണ്ടും കുത്തി കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലേക്ക് 7 എന്താ പറയണ്ടേ, സാമ്പിള്, അതായത് പിന്നെ അതൊരു ടെസ്റ്റ് സ്ലിപ്പാണ്. 7 സ്ലിപ്പ് വീഴുമല്ലോ എന്നുള്ളതാണ് സംശയം. അപ്പൊ നമ്മൾ പറയുന്നത് ഇതാണ്: ഈ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും വി വി പാറ്റും സീൽ ചെയ്യുക. അപ്പോൾ ഓരോ കൺട്രോൾ യൂണിറ്റ് ഓരോ തവണ പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും അല്ല ഓൺ ചെയ്യുമ്പോഴും 7 ടെസ്റ്റ് സ്ലിപ്പ് അവിടെ വീഴുമല്ലോ എന്നാണ് വി വി പാറ്റ് ബോക്സിൽ. അത് വീണോട്ടെ എന്ന ആ ടെസ്റ്റ് സ്ലിപ്പിൽ മറ്റ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതോ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പൊ അത് ടെസ്റ്റ് സ്ലിപ്പാണ്. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ടെസ്റ്റ് സ്ലിപ്പ് 7 അതിനകത്ത് വീഴും വോട്ടിങ്. അപ്പൊ അത് വീഴണം ശരിക്കും. അത് വീഴുമ്പോൾ മാത്രമാണ് നമുക്കൊരു സമാധാനം. അത് 7 ടെസ്റ്റ് സ്ലിപ്പ് വീണാൽ നമുക്ക് എന്ത് മനസ്സിലായി? വി വി പാറ്റ് ഓക്കെയാണ് എന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ നമ്മളൊരു 6:15 6:30ക്ക് മുന്നേ തന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ സ്വിച്ച് ഓഫ് ചെയ്യണ്ട.
ഒരു 6:30 മുതൽ. അപ്പോൾ 6:30 ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് മനസ്സിലാക്കിയ വി വി പാറ്റും സീൽ ചെയ്ത് വി വി പി സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വി വി പാറ്റിനകത്ത് എന്ത് വീണു? ഈ പിന്നെ ടെസ്റ്റ് സ്ലിപ്പ് വീണിട്ടുണ്ടാവും 7 എണ്ണം. അത് വീണോട്ടെ, അപ്പോൾ സംഗതി ക്ലിയറായി. മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ വി വി പാറ്റ് സീൽ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒറിസോണ്ടലിൽ വെച്ചോളൂ, കുഴപ്പമില്ല. ഒറിസോണ്ടലിൽ വെച്ചിട്ട് എന്തേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ? കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് വെർട്ടിക്കലിലേക്ക് മാറ്റിയിരിക്കണം. അതേ ഉള്ളൂ. കൺട്രോൾ യൂണിറ്റിന് നമ്മൾ പ്ലഗ് കൊടുത്തു, അതിനുശേഷം പവർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും വി വി പാറ്റിന്റെ ഈ നോബ് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് മോഡിലേക്ക് മാറ്റിയിരിക്കണം. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് സ്ലിപ്പ് 7 എണ്ണം വീഴുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷനും ആരും അടിക്കേണ്ടതില്ല. അത് സ്ഥാനാർത്ഥിയുടെ വോട്ടുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് വേറെ ഒരു മാറ്ററും സ്ഥാനാർത്ഥിയുടെ പേര് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന കാര്യം എല്ലാവരും ഓർമ്മിച്ചിരിക്കുക. അതുകൊണ്ട് ആ പേപ്പർ അവിടെ കിടന്നാൽ അത് വോട്ട് വി വി പാറ്റ് എപ്പോഴേലും എണ്ണേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എണ്ണിയാലും ഒരു കുഴപ്പമില്ല. അത് 7 എണ്ണം വീണോട്ടെ. ഇനി നമ്മൾ ഇത്തരത്തിൽ നേരത്തെ ഇതൊക്കെ ചെയ്തു വെക്കുമ്പോൾ എന്താ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ വി വി പാറ്റ് മെഷീനോ മറ്റോ എന്തെങ്കിലും പിന്നെ തകരാറ് വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ബാറ്ററി വീക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാനും അത് മാറ്റാനുള്ള സമയവും നമുക്ക് ഇതിനിടയിൽ കിട്ടും എന്നുള്ളതാണ് വേണ്ടി വന്നാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും രാത്രിയിൽ നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ കണക്ഷനും ചെയ്തു വെക്കരുത്. കണക്ഷൻ ഊരിയിട്ട് തന്നെ നമ്മൾ പിന്നെ രാത്രിയിൽ കഴിയാൻ പാടുള്ളൂ. രാവിലെ മാത്രമേ വീണ്ടും ഈ പ്ലഗ് ഒക്കെ കുത്തിയിടുക പോലും ചെയ്യരുത്. ഓരോ പ്ലഗും കണക്ഷൻ കൊടുത്തിടുക പോലും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വി വി പാറ്റിന്റെ മെഷീൻ ഹൊറിസോണ്ടലിലേക്ക് രാത്രിയിൽ മാറ്റിയിട്ട് നമ്മൾ കിടക്കാനൊക്കെ പാടും. അപ്പം അത്രയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ വി വി പാറ്റ്. അപ്പം നമ്മൾ ഈ വോട്ടെടുപ്പ്, അപ്പോൾ ആ ഡൗട്ടിൻ്റെ കമൻറ്റിലുണ്ടായ ഡൗട്ടിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് 7 എണ്ണം വീണത് അവിടെ കിടന്നോട്ടെ, അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യസമയത്ത് തന്നെ വോട്ടിംഗ് തുടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തുടങ്ങിക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ആ കാര്യം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ മോക്ക് പോൾ ഫലങ്ങൾ EVM-ൽ നിന്ന് നീക്കം ചെയ്തെന്നും ഡ്രോ ബോക്സിലെ മോക്ക് പോൾ സ്ലിപ്പുകൾ മാറ്റിയെന്നും ഉറപ്പുവരുത്തണം. അതാണ് വേറൊരു കാര്യം. മോക്ക് പോൾ ഫലങ്ങൾ EVM-ൽ നിന്ന് നീക്കം ചെയ്ത് അത് നമ്മൾ ക്ലിയർ ചെയ്യും. കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ചെയ്തിട്ട് റിസൾട്ട് ബട്ടൺ അമർത്തിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാ സീലിംഗ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ? ഒരു ടോട്ടൽ ബട്ടൺ അടിച്ചു നോക്കുക. അതെപ്പോഴും ചെയ്യാവുന്നതാണ്. ടോട്ടൽ ബട്ടൺ അടിച്ചു നോക്കി. അപ്പോൾ സീലിംഗിന് ശേഷം ചെയ്യാവുന്ന ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 0 കാണാം. അതാണ് അതിൽ പറയാനുള്ളത്. ഇനി സ്റ്റാർട്ട് ചെയ്ത വിവരം വേണമെങ്കിൽ സെക്ടർ ഓഫീസർ മുഖാന്തരം നമ്മൾ പിന്നെ റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷൻസ് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, വോട്ടെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അതിൽ കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. താഴെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പോളിംഗ് ഏജന്റുമാരെയും അവിടെയുള്ള മറ്റ് വ്യക്തികളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മോക്ക് പോൾ നടത്തുന്നതിലൂടെ വോട്ടിംഗ് മെഷീൻ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ മുൻകൂട്ടി വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തി. മോക്ക് പോളിന് ശേഷം ഞങ്ങൾ EVM-ലെ മോക്ക് പോൾ ഡാറ്റ നീക്കം ചെയ്യുകയും വി വി പാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് പേപ്പർ സ്ലിപ്പുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത്, വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രൽ റോളിന്റെ അടയാളപ്പെടുത്തിയ പകർപ്പിൽ ബാലറ്റ് പേപ്പർ നൽകുന്നതിനും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുമായി ഉപയോഗിക്കുന്ന അടയാളങ്ങളല്ലാതെ മറ്റടയാളങ്ങളൊന്നുമില്ല. അതായത് PB-യും EDC-യും മാത്രമല്ലാതെ വേറൊന്നുമില്ല. ഇനി 17 വോട്ടർമാരുടെ രജിസ്റ്ററിൽ ഒരു നേരത്തെ തുടങ്ങുന്നതിന് മുമ്പ് യാതൊരു എൻട്രിയും ഇല്ല. കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷൻ സുരക്ഷിതമാക്കി ഉപയോഗിക്കുന്ന പേപ്പർ സീലുകളിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. കൂടാതെ അവിടെ ഹാജരുള്ള താല്പര്യമുള്ള ഏജന്റുമാരോടൊക്കെ ഒപ്പിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഒപ്പിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ അഡ്രസ് ടാഗിൽ കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പർ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പിൻവശത്തും ഏജൻസ് ഒപ്പിട്ടിട്ടുണ്ട്, ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പറയുന്ന ഒരു ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോള് ഉച്ചത്തിൽ വായിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സൈൻ ചെയ്യുക. പിന്നെ
PRO അതിൽ ഒപ്പിടാനുണ്ട്, ഈ ഡിക്ലറേഷനിൽ ഒപ്പിടാനുണ്ട്, അതുപോലെ പിന്നെ ഏജൻസും ഒപ്പിടാനുണ്ട്. ഇനി നമ്മൾ പറയേണ്ടത് വോട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ട്രോൾ, ആ കോപ്പിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എടുത്തുള്ള മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ട്രോൾ, അതിൽ PBയും EDCയും മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് എല്ലാവരും ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഡെലീറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡെലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ടാവും, അതും അവരെ ഏജൻസുമാരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി അടുത്തത് ബോധ്യപ്പെടുത്തേണ്ടത് ഈ അപ്പം മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ട്രോൾ, അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്ന മാർക്ക്ഡ് കോപ്പി ഏജന്റുമാരെ ബോധ്യപ്പെടുത്തി ഇതാണ് അതിന്റെ സ്ഥിതി. അതിൽ PB ഇന്ന ആൾക്കാർ PB ഉണ്ട്, അത് അവർക്ക് കിട്ടിയിരിക്കുന്ന പിന്നെ ഇലക്ട്രോളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ PB ഇന്ന ആൾക്കാരുണ്ട്, EDC ഇന്ന ആൾക്കാരുണ്ട്, അതൊക്കെ മാർക്ക് ചെയ്തവർ അവർ പറഞ്ഞു കൊടുക്കുക. ഡിലീറ്റഡ് എത്ര പേരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിനുശേഷം ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള വോട്ടേഴ്സ് രജിസ്റ്റർ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. അതിൽ മറ്റ് എൻട്രികളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ അതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും പുറത്ത് എപ്പോഴും എടുത്തു വെച്ചിരിക്കേണ്ട, നിങ്ങളുടെ പേഴ്സണൽ ഡയറി നിങ്ങളുടെ മേശപ്പുറത്ത് തന്നെ എടുത്തു വെക്കുക. വിസിറ്റേഴ്സ് ഷീറ്റ്, അതിന് സാധനം ഉണ്ടല്ലോ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാനുള്ള വിസിറ്റേഴ്സ് ഷീറ്റ് നിങ്ങൾ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കണം. അവർ വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കൊടുത്ത് അവർ അതിൽ എഴുതാൻ വേണ്ടി പറയാനുള്ള ഒരു സാധനമാണ്, അതാണ് വിസിറ്റേഴ്സ് ഷീറ്റ്. ഇനി നമുക്ക് ഈ ക്യൂവിനെ സംബന്ധിച്ച് മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് 3 ക്യൂ വരെ ആകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാർക്ക് ഒരു ക്യൂ, പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും അവശരായുള്ളവർക്കും പിന്നെ സീനിയർ സിറ്റിസണും ഒക്കെ ആയിട്ട് മറ്റൊരു ക്യൂ, വനിതകൾക്ക് മറ്റൊരു ക്യൂ. അപ്പോൾ അതിൽ പറയുന്നത് 2 വനിതകൾ കയറുമ്പോൾ ഒരു പുരുഷൻ കയറുന്ന രീതിയിൽ നമുക്ക് ആസൂത്രണം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഗർഭിണികളായവർക്ക് മുൻഗണന കൊടുക്കണം, പിന്നെ കൈക്കുഞ്ഞുമായി വരുന്നവർക്ക് മുൻഗണന കൊടുക്കണം. ഇക്കാര്യങ്ങളും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആകെ വോട്ട് പോൾ ചെയ്ത് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ടോട്ടൽ ബട്ടൺ അമർത്തിയിട്ട് വോട്ടേഴ്സ് രജിസ്റ്ററിലെ എണ്ണവുമായിട്ട് ഒത്തുനോക്കണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഉള്ള വോട്ടിംഗ് എഴുതാനുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം, അത് എഴുതി വെക്കണം. ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ ടോട്ടൽ ബട്ടൺ അമർത്തി അന്നേരമുള്ള ടോട്ടൽ എഴുതാനുള്ളത് കൊണ്ട് അത് നമ്മുടെ പേഴ്സണൽ ഡയറിയിലേക്ക് തൽക്കാലം എഴുതി വെക്കേണ്ടതാണ്. ഇനി അപ്പോൾ ഒരു ടോട്ടൽ ബട്ടൺ എപ്പോഴും അമർത്തി നോക്കേണ്ടത് കൺട്രോൾ ബട്ടൺ, പിന്നെ അതായത് ഒരാൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോഴോ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കേ ചെയ്യാവൂ. അപ്പോൾ അതായത് കൺട്രോൾ യൂണിറ്റിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുവപ്പ് ബട്ടൺ തെളിഞ്ഞു നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ ടോട്ടൽ ബട്ടൺ അമർത്തിയിട്ട് ഈ ടോട്ടൽ നോക്കാവൂ എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നമ്മുടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോകാം. പല സാഹചര്യങ്ങളുണ്ട്. അത് ഒന്നുകിൽ EVM കംപ്ലൈന്റ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വോട്ടർ എന്തെങ്കിലും കുരുത്തക്കേട് അതിനകത്ത് ഒപ്പിക്കുന്നെന്ന് സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ വോട്ടർ കുറേ സമയം ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം വന്നാലൊക്കെ നമുക്ക് ഈ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഈ ഇവിടെ നമ്മളുടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഏജന്റുമാരുടെ സഹായത്തോടു കൂടി കയറാം. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഡെലിബിൾ ഇങ്ക് സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുന്നുവെന്ന് സെക്കൻഡ് പോളിംഗ് ഓഫീസറാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അയാൾ ചെയ്തിരിക്കുന്ന ആ വർക്കിൽ, അല്ലെങ്കിൽ മഷിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കാം. ഇനി അപ്പോൾ അത് ഞാൻ പറയേണ്ട അന്തനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി
ഈ വോട്ടിംഗ് പ്രൊസീജിയർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മളൊരു വോട്ടർ കടന്നു വരുന്നു. വോട്ടറുടെ കൈവശം ഒരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റി ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അവരുടെ ക്രമനമ്പർ കണ്ടുപിടിച്ച് ക്രമനമ്പർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, പേരും വിളിച്ചു പറയുന്നു, ക്രമനമ്പറും പേരും വിളിച്ചു പറയുന്നു. ആ സമയത്ത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ രജിസ്റ്ററിൽ ആ ക്രമനമ്പർ എഴുതി വെക്കുന്നു. അതേ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അതിനുശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അവരുടെ പേരിന് നേരെ കുറുകെ ചുവപ്പ് മഷി കൊണ്ട് വരയ്ക്കുന്നു. ആ ചുവപ്പ് മഷി കൊണ്ട് വരച്ചതിന് ശേഷം പേരിൻ്റെ സ്ത്രീ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്രമ നമ്പർ റൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമതൊരു ജെൻഡർ ആണെങ്കിൽ ഒരു സ്റ്റാർ കൊടുക്കുന്നു. പുരുഷന്മാർക്ക് ഒരു അടയാളവും കൊടുക്കുന്നില്ല, ക്രോസ് മാർക്ക് മാത്രമേ ഉള്ളൂ. ദെൻ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി കുത്തുകയാണ് ചെയ്യുന്നത്. മഷി കുത്തുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ക്രമനമ്പർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്രമനമ്പർ ഓൾറെഡി എഴുതി വെച്ചതിൻ്റെ അപ്പുറത്ത് നമ്മൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ID ഏതാണെന്ന് എഴുതാണ്. ഐഡിയുടെ സൂചന, അതായത് അദ്ദേഹം വോട്ടർ ID ആണ് കൊണ്ടുവന്നെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നാൽ മറ്റ് ഏതെങ്കിലും ഐഡികളാണ് കൊണ്ടുവന്നിട്ടുള്ളെങ്കിൽ ID ഏതാണെന്നും ആ IDയുടെ അവസാനത്തെ 4 അക്കങ്ങളും എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം ഇദ്ദേഹത്തെ ഒപ്പിടുവിക്കണം. ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേരും ഒപ്പും വേണമെന്നാണ് നിർദ്ദേശം. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം പേരും ഒപ്പും വേണമെന്നാണ്. ഏതെങ്കിലും ഒരു വര വരച്ചിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പേരും ഒപ്പും എഴുതാൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തമ്പ് മാത്രം വെച്ചാൽ മതി. തമ്പ് വെക്കുമ്പോൾ പേര് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസർ പിന്നെ ഒരു സ്ലിപ്പ്, അദ്ദേഹത്തിന്റെ പേരും ഇതൊക്കെ ക്രമനമ്പറും ഉള്ള ഒരു സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൈമാറാൻ വേണ്ടി കൊടുക്കുന്നു. ആ തേർഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ സ്ലിപ്പ് വാങ്ങി ബാലറ്റ് ബട്ടൺ അമർത്തുന്നു. കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തുന്നു. ആ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഇതൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ നല്ല ബൈഹാർട്ട് പോലെ ആക്കി പോകണം. എന്തൊക്കെയാണ് പ്രോസസ്, നല്ല ധാരണ വേണം. വെറുതെ ഈ എവിടെങ്കിലും എന്തെങ്കിലും കേട്ട് നമ്മൾ പോകരുത്. കൃത്യമായ ധാരണ, ആരെന്ത് ചോദിച്ചാലും മണിമണിയായി നമ്മൾ ഉത്തരങ്ങൾ പറയാൻ തക്കവണ്ണം പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർ പോകാവൂ. അപ്പോൾ ഈ വോട്ടിംഗ് നടക്കുമ്പോൾ എന്താ നടക്കുക, അത് നമ്മൾ ബൈഹാർട്ടല്ല, അതങ്ങ് പഠിക്കണം. എന്താണ് നടക്കുന്നത് ഞാൻ ഒരിക്കൽ പെട്ടെന്ന് പറയാം. തേർഡ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ലിപ്പ് അദ്ദേഹം സൂക്ഷിച്ചു വെക്കണം, ബണ്ടിലാക്കി വെക്കണം. സ്ലിപ്പുകളെല്ലാം, വോട്ടർ സ്ലിപ്പുകൾ ഈ തേർഡ് പോളിംഗ് ഓഫീസർക്ക് കിട്ടി, അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൊടുത്തു വിട്ട സ്ലിപ്പുകൾ നിർബന്ധമായിട്ടും വൈകുന്നേരം അത് തിരിച്ച് കവറിൽ വെക്കേണ്ടതാണ്. ആ സ്ലിപ്പ് എടുത്തു വെക്കുക. സ്ലിപ്പ് വോട്ടറുടെ കൈ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അതിന് ശേഷം നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോയി. അപ്പോൾ ബാലറ്റ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ചുവപ്പ് ബട്ടൺ കത്തി, അതേ സമയത്ത് തന്നെ ബാലറ്റിംഗ് യൂണിറ്റിലെ പച്ച ബട്ടണും കത്തും. ആ സമയത്ത് നമ്മൾ വോട്ടർ ചെന്നു, സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള നീല ബട്ടണിൽ വിരൽ അമർത്തിയപ്പോൾ അവിടെയുള്ള പച്ച ബട്ടൺ കെട്ടുപോയി. പകരം ഒരു സ്ഥാനാർത്ഥിയുടെ നേരെ ചുവന്ന ലൈറ്റ് കത്തി. പച്ച ലൈറ്റ് കെട്ടു, ചുവന്ന ലൈറ്റ് കത്തി. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഓരോന്ന് കഴിഞ്ഞ് എന്നല്ല പറയുന്നത്, അതോടൊപ്പം തന്നെ വിവിപാറ്റിലെ പേപ്പർ പ്രിന്റ് ചെയ്തു വന്നു. 7 സെക്കൻഡ് സമയം അവിടെ നിന്നു. അത് മുറിഞ്ഞു വീണ ഉടൻ തന്നെ നമ്മൾ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഒരു ബീപ്പ് ശബ്ദം കേട്ടു. ആ ബീപ്പ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി എല്ലാ ലൈറ്റുകളും അണഞ്ഞു. വോട്ടർ പ്രക്രിയ പൂർത്തിയായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ചുവപ്പ് ലൈറ്റ് കത്തി, പച്ച ലൈറ്റ് കത്തി, വോട്ടർ പ്രസ് ചെയ്തു, പച്ച കെട്ടു, ചുവപ്പ് കത്തിയപ്പോൾ പ്രിന്റ് ചെയ്തു, മുറിഞ്ഞു വീണു. ഒപ്പം ഇവിടെ ബീപ്പ് ശബ്ദം കേട്ടു. ബീപ്പ് ശബ്ദം അവസാനിച്ചപ്പോൾ എല്ലാ ലൈറ്റും കെട്ടു. ഇത്രയും കാര്യം. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തേർഡ് പോളിംഗ് ഓഫീസർ മാത്രമല്ല, പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതു കാര്യങ്ങളാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദെൻ അപ്പോൾ നമ്മൾ ഈ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിശദമായിട്ട് പറയാം. ഈ വോട്ടുകൾ ടാലി ചെയ്തണം. നമ്പർ ഓഫ് വോട്ട് പീരിയോഡിക്കലി ടാലി ചെയ്ത് നമ്മൾ പോകണം. ഇടയ്ക്കിടയ്ക്ക് ടോട്ടൽ ബട്ടൺ അമർത്തി നോക്കി എവിടെയൊക്കെയുള്ള ടാലി ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും മെഷീനിലെ വോട്ടും മെഷീനിലെ ടോട്ടലും നമ്മൾ രജിസ്റ്ററിലെ ടോട്ടലും തമ്മിലാണ് ടാലി ചെയ്യേണ്ടത്. അതായത് രജിസ്റ്റർ ഉണ്ടല്ലോ, വോട്ടേഴ്സ് രജിസ്റ്ററിലെ വോട്ടും ഇതിലെ മെഷീനിലെ വോട്ടും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ടാലി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോവാൻ.
അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഏജൻസിനെ കൂട്ടി പ്രവേശിപ്പിക്കാം. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു വോട്ടർ ചെന്നിട്ട് കുറേ സമയമായിട്ട് അയാൾ ഇറങ്ങുന്നില്ല, കൂടുതൽ സമയമായുള്ള അതിനകത്ത് വെയിറ്റ് ചെയ്യുന്നു, അപ്പം നമ്മൾ സംശയിക്കണം. രണ്ടാമത്തെ കാര്യം, പേപ്പറോ ടേപ്പോ മറ്റോ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ ചിലർക്കുണ്ട് ഇതിന് മുകളിൽ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അറിയണം. ഇതിന് അങ്ങനെ കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും ബോധപൂർവം പർപ്പസ്ഫുള്ളി കേടുപാടുകൾ സംഭവിപ്പിക്കാൻ ബാലറ്റിംഗ് യൂണിറ്റിന് അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. നാലാമത്തത്, ബാലറ്റിംഗ് യൂണിറ്റ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഏജന്റുമാരെയും കൂടെ കൂട്ടിയിട്ട് അവിടെ ഒന്ന് കടക്കാനുള്ള പിന്നെ അധികാരം അത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ തേർഡ് പോളിംഗ് ഓഫീസറാണ് ഏറ്റവും വിജിലന്റ് ആയിട്ടിരിക്കേണ്ട ഒരാൾ. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ടാലി അല്ല എങ്കിൽ, അതായത് ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പിന്നെ തേർഡ് പോളിംഗ് ഓഫീസറിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തേർഡ് പോളിംഗ് ഓഫീസർ നമ്മളിങ്ങനെ ബാലറ്റ് ബട്ടൺ അമർത്തി, ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആ, ചില സന്ദർഭത്തില് മെഷീനിൽ ഒരു വോട്ട് കുറവ്, രജിസ്റ്ററിൽ ഒന്ന് കൂടുതൽ, ഇങ്ങനെ വരാം. രജിസ്റ്ററിൽ കൂടുതലും മെഷീനിൽ കുറവും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ബാലറ്റ് അമർത്തി ബാലറ്റ് അമർത്തി അയാളെ വോട്ട് ചെയ്യാൻ വിട്ടു. പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എവിടെയൊന്ന് സംസാരിക്കുക, അപ്പുറത്തെ സെക്കൻഡിനോടൊന്ന് സംസാരിക്കാൻ പോയി. ഈ വിട്ടയാള്, വോട്ട് ചെയ്യാൻ വിട്ടയാൾ നേരെ അങ്ങ് പോയി. അയാൾ വോട്ട് ചെയ്തില്ല, ഇയാളുടെ കയ്യിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. അടുത്തയാൾ വന്നു. അടുത്തയാൾ വന്നപ്പോൾ സ്ലിപ്പ് മേടിച്ച് ഈ തേർഡ് പോളിംഗ് ഓഫീസർ നോക്കിയപ്പോൾ ഇയാളുടെ കൺട്രോൾ യൂണിറ്റിലെ ചോപ്പ് ലൈറ്റ് കത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇയാളോട് എന്ത് പറഞ്ഞു? രണ്ടാമത് വന്ന ആളോടും പറഞ്ഞു പോയി ചെയ്തോളാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ആള് ചെയ്യേണ്ട വോട്ടാണ് രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഫലത്തിൽ എന്ത് വരും? രജിസ്റ്ററിൽ ഒന്ന് കൂടുതലും വോട്ടിംഗ് മെഷീനിൽ ഒന്ന് കുറവുമായിരിക്കും. രണ്ടാമത്തെ ആൾ അത് പോയി ചെയ്യും. ഇനി അങ്ങനെ ശ്രദ്ധയില്ല, നേരത്തെ എങ്ങാനും പെട്ടാൽ ഒരാള് ബോധപൂർവ്വം അങ്ങ് പോയെങ്കിൽ എന്ന് നമ്മൾ ഏതിൽ പെടുത്തിയാൽ മതി? ആ വോട്ട് റെഫ്യൂസ്ഡ് ടു വോട്ടിൽ പെടുത്തിയാൽ മതി. അയാളുടെ രജിസ്റ്ററിലെ റിമാർക്കിൽ റെഫ്യൂസ്ഡ് ടു വോട്ട് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിച്ചില്ല, തേർഡ് പോളിംഗ് ഓഫീസർ അറിഞ്ഞിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ ടോട്ടൽ അടിച്ചു നോക്കിയപ്പോഴാണ് അവിടെ ഒന്ന് കുറവ്, ഇവിടെ ഒന്ന് കൂടുതൽ. വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. അപ്പൊ തേർഡ് പോളിംഗ് ഓഫീസർ ഒരു വോട്ടറുടെ ബാലറ്റ് പ്രസ് ചെയ്ത് ചോപ്പലേറ്റ് കത്തിയാൽ അത് അയാൾ ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. എങ്കിൽ തേർഡ് പോളിംഗ് ഓഫീസർ വിജിലന്റ് ആണെങ്കിൽ മാത്രമേ ഇത് ടാലി ആവുള്ളൂ എന്ന കാര്യം പ്രിസൈഡിംഗ് ഓഫീസറെയും ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തെ ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഈ തേർഡ് പോളിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തണം. എന്ത് കണ്ടാലും ശ്രദ്ധിക്കേണ്ട ആള്. കാരണം അയാൾക്ക് മറ്റ് ജോലികളില്ല. ഈ സ്ലിപ്പ് മേടിക്കുക, ബാലറ്റ് ബട്ടൺ അമർത്തുക, ഇത്രയേ ഉള്ളൂ. ബാക്കി സെക്കൻഡിനൊക്കെ പണിയുണ്ട്. മഷി കുത്തണം, രജിസ്റ്റർ പിന്നെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പിടിക്കണം, എഴുതണം, സ്ലിപ്പ് കൊടുക്കണം, ഇത്രയും പണിയുണ്ട്. ഫസ്റ്റിനും പണിയുണ്ട്. ഐഡന്റിറ്റി ശ്രദ്ധിച്ച് നോക്കണം, വരയ്ക്കണം, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഫസ്റ്റിനും ഉണ്ട്. അപ്പോൾ തേർഡിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി, സ്ലിപ്പ് മേടിച്ചാൽ. അത് അലസമായിട്ട് ഇരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു. ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ വാള് പോയി കഴിഞ്ഞാലും വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഈ തേർഡ് പോളിംഗ് ഓഫീസറിനുണ്ട്. അത് അദ്ദേഹം വിനിയോഗിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ സംഗതി വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളൊരു വാണിംഗ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പറയുക. ഒരു വാണിംഗ് ആയിട്ടൊക്കെ തന്നെ പറയണ്ടേ. എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കുമെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കേണ്ട ഉത്തരവാദിത്തം ക്ലാസ് എടുക്കുന്നവർക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അത് ഏകദേശം ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഞാൻ പോകുന്നത്. വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാം സ്മൂത്തായി, വോട്ടിംഗ് തുടങ്ങി, പ്രൊസീജിയർ ഓക്കെ, വോട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അദ്ദേഹത്തിന് ചെയ്യാനുള്ള ജോലികളൊക്കെ ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടേയിരിക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ ഇത് മുഴുവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഡ്യൂട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് അവർ ചെയ്തുകൊണ്ടും ബാക്കി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മളുടെ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്ന പേപ്പറുകൾ ഉണ്ട്, അത് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 1 മോക്ക് പോൾ സർട്ടിഫിക്കറ്റാണ്. ആ 1 കംപ്ലീറ്റ് ചെയ്യാം. മറ്റൊന്ന് പേപ്പർ സീൽ അക്കൗണ്ട്, 17 സീലെ വോട്ടർ അക്കൗണ്ടിലെ പേപ്പർ സീൽ അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അത് നമുക്ക് ആ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്പെഷ്യൽ ടാഗ് അക്കൗണ്ടിന്റെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോൾ, നമ്മൾ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് കവറിലാക്കാം.
ദെൻ നാലാമത് അപ്പോയിന്റ്മെന്റ് ഓഫ് പോളിംഗ് ഏജന്റ്. പോളിംഗ് ഏജന്റുമാരുടെ നിയമനം നമുക്ക് ആ പേപ്പറുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. തലേ ദിവസം തന്നെ ഫോം 10 പോളിംഗ് ഏജന്റുമാരുടെ നിയമന കത്തൊക്കെ വന്നിട്ടുണ്ടാവും. അതിടാൻ ഒരു കവറുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തലേ ദിവസം തന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തോന്നുകയാണ്, ബുക്ക്ലെറ്റിൽ നിന്ന് ഈ ഫോംസ് ഞാൻ പറഞ്ഞ പോലെ നമ്പർ ഇട്ട് കവറിന്റെ പുറത്തും ഫോംസിന്റെ പുറത്തും ഒരേ ഇപ്പോൾ 5x5 അങ്ങനെ ആ കവറിന്റെ പുറത്തും ഈ ഫോമിന്റെ മുകളിലും അത് എഴുതിയതിന് ശേഷം കവറിലാക്കിയിട്ട് അടുക്കി വെക്കുന്നതാണ്, മേശപ്പുറത്ത് അടുക്കി വെക്കുന്നതാണ് കുറച്ചുകൂടി വർക്കിന് സുഗമാകുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആ കവറുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് തിരിച്ച് പൂരിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കടത്തി അവിടെ തന്നെ വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വലിയ കവറുകൾ ഉപയോഗിക്കേണ്ടതില്ല, ചെറിയ കവറുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ആ ചെറിയ കവർ ഓരോ സെറ്റും നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അട്ടിയായി വെക്കുക. ഇപ്പോൾ 6 വലിയ കവറാണ് നമുക്കുള്ളത്. 6 വലിയ കവറിലേക്ക് നമുക്ക് 6 റബ്ബർ ബാൻഡ് ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ആദ്യത്തേതിൽ 3 ഉണ്ട് EVM പേപ്പേഴ്സ് എന്ന് പറഞ്ഞത്. അതിന് 3 കവർ എടുത്തിട്ട് ആ 3 കവറിൽ ഈ പേപ്പറുകൾ ആക്കിയിട്ട് അകത്തേക്ക് കയറ്റി വെച്ച് അത് 3 റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അടുത്തത് പേപ്പറുകൾ അങ്ങനെ സ്കൂട്ടിനി പേപ്പേഴ്സുകൾ അങ്ങനെ കവറിലിട്ട് വെക്കുക. സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന് പറയുന്ന 5 കവേഴ്സ് ഉണ്ട്. ആ 5 കവേഴ്സും ക്രമമായിട്ട് അടക്കിയിട്ട് അതെല്ലാം കൂടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഇതെല്ലാം ചെറിയ കവറുകൾ ഇത്തരത്തിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്ത്, ഇതെങ്ങനെ ആവശ്യമുള്ള സമയത്താണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫ് പോളിംഗ് ഏജൻസ് എടുത്തു, അതിലെന്തെങ്കിലും പേപ്പറുകളൊക്കെ നോക്കി അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കി അത് ആ കവറിലേക്ക് തന്നെ കടത്തി അവിടെ വെച്ചു, അത് ക്ലിയർ ആയി. ഇത്തരം ഈ സാധനമൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാപ്ലർ പോലും അടിച്ചു വെക്കാം. ഇത് കഴിഞ്ഞു, ഇതിന്റെ വർക്ക് ഇനി ഉണ്ടാവില്ല അപ്പോയിന്റ്മെന്റ് ഓഫ് പോളിംഗ് ഏജന്റിന്റെ. പിന്നെ ഡിക്ലറേഷൻ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദ പോള് അത് കഴിച്ചു വെക്കാം. പക്ഷേ കവറ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ആഫ്റ്റർ പോളും കൂടി വരാനുണ്ട് അവിടെ ഡിക്ലറേഷൻ. ഇത്തരത്തില് നമ്മൾ കവറിനകത്ത് ഏറ്റവും നല്ല ബുക്ക്ലെറ്റിലാവുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾക്ക് വൈകുന്നേരം ഓരോ സ്ഥലത്താ ഓരോ ഫോംസും ഉള്ളത്. അത് പിന്നെ കീറിയെടുത്ത് അതിലേക്ക് വെക്കുന്നത് ഇത്തിരി പാടായിരിക്കും. അതിലും നല്ലത് കവറിൽ നേരത്തെ ഈ സാധനങ്ങളൊക്കെ ഓരോ ഫോമും ഓരോ കവറിലേക്ക് കടത്തി, എൻ്റെ വീഡിയോ, ഞങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നാലാമത്തെ വീഡിയോ അത് ഒന്ന് ആ രീതി ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവലംബിക്കാം. ഇത്രയുമാണ് വോട്ടിംഗ് ആരംഭിച്ച് കഴിയുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. എല്ലാം മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല, എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പിന്നെ നല്ല പ്രിസൈഡിംഗ് ഓഫീസർ ആവട്ടെ, നല്ല പോളിംഗ് ഓഫീസർ ആവട്ടെ, കാര്യങ്ങളൊക്കെ നല്ല ധാരണയുള്ളവരാവട്ടെ. അങ്ങനെ നല്ലതാവുള്ളൂ. നമ്മളൊക്കെ എല്ലാത്തിലും കൃത്യമായ ഏത് സംശയം ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാനും കാര്യങ്ങളെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല ഒരു ഓഫീസറായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.